ഹലോ, ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ കുറച്ച് നാളത്തേക്ക് എൻ്റെ അമ്മ അനിയത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞാൻ ഹരിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പാവ ഉള്ളത് കൊണ്ടാണ് കുറച്ച് നാളെങ്കിലും ഞാൻ അവിടെ നിന്നത്. ആൾ ഇന്നലെ പോയില്ലോ, അപ്പോൾ അത് കാരണം ഞാൻ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറി. ഹരിയാൻ്റെ വീട്ടിൽ വന്നതും പിറ്റേ ദിവസം ഡ്രസ്സ് മാറുതാ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അസുഖമൊന്നുമല്ല കേട്ടോ, പോളിയോ വൈറസിന്റെ വ്യാപനം തടയാനായിട്ട് സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡ്രൈവ് കഴിഞ്ഞ ഞായറാഴ്ച ഹോസ്പിറ്റലുകളിലെ എല്ലാ അംഗനവാടികളിലും നടത്തുന്നുണ്ടായിരുന്നു. 5 വയസ്സിലെ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ എടുക്കണമെന്ന് അവർ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കുപ്പപ്പുറം ഹോസ്പിറ്റലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞാൽ തിരക്കാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ പോന്നു. ഉണ്ണിച്ചേട്ടൻ ഓട്ടം പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്ന് ഇറങ്ങി. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ ആരെയും പ്രത്യേകിച്ച് അവിടെ കണ്ടില്ല. ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല. ഒരാൾ ഇതാ ബോട്ടിറങ്ങി ചാടുത്തുള്ളിയൊക്കെ വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞപ്പെട്ട അപ്പോൾ അതിങ്ങി നിൽക്കണത് ഇടത്തിലായിരുന്നു കുടുരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടു നമ്മൾ ഫസ്റ്റ് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. ആൾ വാ തുറക്കണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടത്ത് ചരിച്ച് കിടത്തിയിട്ടാക്കിട്ട് അവർ രണ്ടുപേരും കൂടി മുഖത്തൊക്കെ പിടിച്ചിട്ടാണ് 2 തുള്ളി ആളുടെ വായിലെത്തിച്ചത്. കയ്പുള്ള എന്തോ സാധനം കഴിച്ചുള്ള എക്സ്പ്രഷൻ ആയിരുന്നിട്ട് ആളത് പോളിയോ കുടിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും. അങ്ങനെ കുടുവിൻ്റെ ഫസ്റ്റ് വോട്ടിംഗ് ആണ് കേട്ടോ ഇന്ന്. നമ്മൾ ഈ പോളിയോ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിരലിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലത്തെ ഒരു മാർക്ക് ഇടുമല്ലോ, അപ്പോൾ അതിടാൻ വേണ്ടി ആൾ നോക്കി നിൽക്കാനായിട്ട്. അങ്ങനെ കുടുവിൻ്റെ അവസരം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആമിയായിരുന്നു കേട്ടോ. കുടുവിന് കൊടുത്തത് കൊണ്ടിട്ടാണ് ആൾ കുടിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ആൾ അങ്ങോട്ട് വരത്തേ ഇല്ലായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ആമിക്ക് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം കയ്പുള്ള മരുന്ന്, പാവക്ക, അതുപോലെ നാരങ്ങ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ആൾ കുടംപുളി ഇതൊക്കെയാണ് ആൾ കഴിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് വരാൻ നേരം 2 പേരും നല്ല പിരിവിരിപ്പായിരുന്നെങ്കിലും പോളിയോ കൊടുത്ത ഒരു 5 മിനിറ്റത്തേക്ക് 2 പേര് സൈലന്റ് ആയിട്ടാണ്. പിന്നെ ബോട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഫോട്ടോ ഒക്കെ എടുത്തു. വോട്ട് ചെയ്ത ആ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അക്കരെ ഇറക്കി തന്നു. പുണ്യച്ചേട്ടന് ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം ഞങ്ങൾ നേരെ അമ്പലമായിട്ട് ഇറക്കി തന്നിട്ട് ഞങ്ങൾക്ക് ഇനി പാടം വഴി നടന്നു വേണം നേരെ വീട്ടിലേക്ക് പോകാൻ കഴിയും. ഒരു മാസമായിട്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കണ്ട അമ്പലം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ അമ്പലത്തിന്റെ സൈഡിൽ കൂടി ഒരു പാടമുണ്ട്. ആ പാടത്തിന്റെ വരമ്പത്തോട് നടന്ന് ഈ വരമ്പിൽ കൂടി നടന്നാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ കൃഷി നടക്കുന്ന സമയമായിട്ട് നെല്ലൊക്കെ ആവാറായി നിൽപ്പുണ്ട്. ഇപ്പം അമ്പലം കാണിച്ചില്ല, അതിൻ്റെ നേരെ അവിടെ തന്നെയായിട്ട് ബോട്ട് കയറ്റി അവിടെ നേരെ ഇറങ്ങി ഈ വരമ്പത്തൂടെ നടന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറാം. ഇതായിട്ട് നമ്മുടെ മടത്തെ കൂടി കയറിയാണ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളിവിടെ ബസ്സോ കാറ് റോഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വെള്ളം ആശ്രയിച്ച് മാത്രമേ നമുക്ക് ടൗണിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓണത്തിൻ്റെ സമയമായപ്പോഴത്തേക്കും നമ്മൾ ബന്ധിത്തേക്ക് ഒത്തിരി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മടത്തിൽ. അപ്പോൾ അതൊക്കെ ആ സമയത്ത് നമ്മൾ പൂവെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒത്തിരി പൂക്കളായിട്ട് നിൽപ്പുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് കാണുന്നത് ഫുള്ള് പച്ചപ്പ്, നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.